തലയും വാലുമില്ലാതെ ഒരു പ്രസ് റിലീസ് വരിക, അതും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പേരിൽ. സുരേഷ് ഗോപി SUCI ആശാ വർക്കർമാരുടെ പ്രശ്നം നഡ്ഡയെ കണ്ട് ബോധിപ്പിച്ചു എന്നതിന് പിന്നാലെ അവർക്ക് വേതനം കൊടുക്കാത്തത് സർക്കാരാണ്, 937 കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് ഒരു പച്ച നുണയും. അതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു വ്യാജ പത്രക്കുറിപ്പ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു എന്ന നിലയ്ക്ക് അങ്ങ് പ്രചരിക്കാൻ തുടങ്ങി. പുറത്തു വന്നതിന് പിന്നാലെ നേരത്തെ വയനാടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെ സഹായിക്കാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ കണക്കിനെ എക്സ്പെൻസാക്കി മാറ്റിയ അതേ വാർത്ത കൊണ്ട് ഒരു ചുക്കു ഇവർ പഠിച്ചിട്ടില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം തള്ളിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. കേരളത്തിന് നൽകിയ കണക്കുകൾ നിരത്തിയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ബജറ്റിൽ വകയിരുത്തിയതിനും അപ്പുറമുള്ള തുകയായി 938 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ശമ്പളം കൊടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു. വൈശാഖാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ, കേന്ദ്രം പണം തരുന്നില്ലെന്ന വാദത്തെ എങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ നിരത്തി ഖണ്ഡിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ? ആശാ വർക്കർമാരുടെ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദില്ലിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പിലൂടെ കണക്കുകൾ നിരത്തി കേരളത്തിന്റെ വാദത്തെ കേന്ദ്ര സർക്കാർ തള്ളുന്നത്. കണ്ടില്ലേ, പേര് മാപ്രകളാണ്. ഇതിനേക്കാൾ വിവരം ഈ നാട്ടിലുള്ള സാധാരണ മനുഷ്യർക്കുണ്ടെന്ന് തോന്നിപ്പോവുകയാണ്. ഒരു പേപ്പർ കൈവശം സംഖ്യകൾ അയച്ചു കൊടുത്ത തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെയും ക്രോസ് ചെക്ക് ചെയ്യാതെയും അത് അതേപടി എടുത്ത് കേരളത്തിലെ പ്രമുഖർ അങ്ങ് വാർത്തയാക്കി ജനങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ നാടിന് കിട്ടേണ്ട അർഹമായ വിഹിതം എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് വരുത്തണം. ആ തെറ്റിദ്ധാരണ വെച്ചിട്ട് കിട്ടാനുള്ളത് പിന്നെയും പിന്നെയും വൈകിപ്പിക്കണം. ഇതാണ് ഇവിടെ BJPയും കോൺഗ്രസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികെട്ട പ്രവർത്തനം. അതിനെ മാധ്യമങ്ങളിലൂടെ സാധൂകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ വ്യാജ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജ് ഉടനടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പക്ഷേ വലിയ വാർത്തയല്ല. എങ്ങനെ വാർത്തയാകും? നമ്മൾ കൊടുത്ത വ്യാജ വാർത്തയെ നമ്മൾ തിരുത്തുമോ? അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് അവരുടെ തിട്ടൂരം. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് നാട്ടുകാരെങ്കിലും അറിയട്ടെ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ മന്ത്രി വീണ ജോർജ് ഇങ്ങനെ കുറിച്ചത്. കേരളത്തിനെതിരെ നുണകൾ വരുന്ന വഴി. ഊരും പേരുമില്ലാതെ ഒരു കുറിപ്പ്. ആരുടേതാണ് കുറിപ്പെന്നില്ല. പ്രഥമ ദൃഷ്ടിയ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ മന്ത്രാലയത്തിൻ്റെയോ അല്ലെന്ന് വ്യക്തം. അതിൻ്റെ ഉള്ളടക്കം ഇപ്രകാരം: ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരാജയം. ചാനലുകളിൽ രാത്രി ബ്രേക്കിംഗ് ന്യൂസ്. പ്രമുഖ പത്രങ്ങളിൽ ഇന്ന് സ്വന്തം ലേഖകരുടെ റിപ്പോർട്ട്. ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന മാധ്യമപ്രവർത്തകർ. അവർക്ക് സംശയമില്ല, കേരളത്തിൻ്റെ വീഴ്ചയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റേതല്ലെന്ന് മനസ്സിലാക്കാൻ മാധ്യമപ്രവർത്തകരാകണമെന്നില്ല, അക്ഷരാഭ്യാസം മതിയാകും. ഇവർ കൊടുത്തിരിക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമായ കുറിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റേതല്ല. അപ്പോൾ പിന്നെ ആരുടേത്? അവിടെയാണ് ഇവിടെ നടക്കുന്ന സംഭാവനകൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണേണ്ടത്. കൃത്യമായ ആസൂത്രണത്തോടെ ഏതോ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ഉത്ഭവിച്ച ഈ കുറിപ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒരു സംശയവുമില്ലാതെ റിപ്പോർട്ട് ചെയ്തു. വാർത്തയുടെ ആധികാരികതയിൽ ചോദ്യം അനുവദനീയമല്ല കേട്ടോ. ഇനി പ്രതികരണങ്ങളിലേക്ക്, ചർച്ചയിലേക്ക്. നിർഭയമായ ഉദാത്തമായ മാധ്യമപ്രവർത്തനം. മുൻ മാധ്യമപ്രവർത്തകയും ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജിന് ആ പ്രൊഫഷനെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയാണ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തനവും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇത് കൃത്യമായി തെളിയിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരായുള്ള വാർത്തകൾ, അതിന് ഊരും പേരും വാലും ഒന്നും വേണ്ട, ഇങ്ങ് കിട്ടിയാൽ മതി. അതൊരു വെള്ളക്കടലാസ് ആണെങ്കിലും ശരി, അതേപടി ജനങ്ങളുടെ മുന്നിലേക്ക് ഛർദ്ദിച്ച് വെക്കാൻ അത് അതേപടി കുറച്ച് എരിവും പുളിവും മസാലയും ചേർത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. കാര്യം അവരെ കാണുന്നത് യാതൊരു ബുദ്ധിയും വിവരവുമില്ലാത്ത കുറേ മണ്ടന്മാരായിട്ടുള്ള കാഴ്ചക്കാർ. നമ്മൾ എന്ത് കൊടുത്താലും വിശ്വസിച്ചോളും. അതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന രീതി. ഈ രീതിയിൽ ഒരു വ്യാജ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകരെന്ന രീതിയിൽ നടക്കുന്നവരെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരൊന്നും ഒരു പ്രസ് റിലീസ് കിട്ടിയാൽ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാരാണ് ഇവിടെ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ മത്സരിക്കുന്നത്. അത്തരം വാർത്തകൾ കൊടുത്തിട്ട് നടക്കുന്നവരുടെയൊക്കെ ഗമ കണ്ടാൽ തോന്നും എന്തോ വലിയ കാര്യം ചെയ്തെന്ന്. ഒരു പത്ര റിലീസ് ആധികാരികമാണോ എന്ന് പോലും കണ്ടാൽ മനസ്സിലാകാത്ത ഈ മരപ്പൊട്ടന്മാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. വ്യാജ വാർത്ത കൊടുത്തതിന് ശേഷം പലരും പതിയെ അത് മുക്കിയിട്ടുണ്ട്. കാര്യം അതൊരു പതിവ് രീതിയാണല്ലോ. മാക്സിമം വാർത്താ കച്ചവടത്തിലൂടെ പൈസ ഉണ്ടാക്കുക, തെറ്റാണെന്ന് കണ്ടാൽ ആരോരും അറിയാതെ മുക്കുക, മിണ്ടാതിരിക്കുക.
അതിന്റെ നേറികെട്ട ഒരു ഉദാഹരണമായി മാറുകയാണ് SUCI ആശാവർക്കറുമായി ബന്ധപ്പെട്ട് BJP ഉണ്ടാക്കിയ ഒരു നാടകം. അതിന്റെ പര്യവസാനത്തിൽ വാർത്ത കത്തിക്കാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് പത്രക്കുറിപ്പ് പോലും വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചാൽ അത് മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് പോലും കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.